കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ആശങ്കയും ആശയക്കുഴപ്പവുമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ NSSനെ പോലെയുള്ള ഒരു സമുദായ സംഘടനയും പിണക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കാത്ത ഘട്ടത്തിലാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായി ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വരുന്നു. അതിന് NSS പിന്തുണയ്ക്കുന്നു, NSSന്റെ പ്രതിനിധിയെ അയക്കുന്നു. അതിന് പിന്നാലെ G. സുകുമാരൻ നായർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനും അതുപോലെ തന്നെ പിന്നീട് മറ്റു ചില മാധ്യമങ്ങൾക്കുമൊക്കെ നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന വിമർശനം അടക്കം ഉയർത്തുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ പോലും കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ NSSനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് പുറത്തു വന്ന രണ്ട് നേതാക്കളുടെ പ്രതികരണം മാത്രം എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് പിണക്കാതെ മുന്നോട്ട് പോകുക എന്ന സമീപനം കാണാനാവും, അനുനയത്തിന്റെ രീതികൾ കാണാനാവും, ചേർത്തു പിടിക്കുന്നതുണ്ട്, ഒപ്പം കരുതലുണ്ട്, പ്രതികരണത്തിലെ അവധാനതയൊക്കെ കാത്തുസൂക്ഷിക്കുന്നത് കാണാം. ഇതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണത്തിലെ നിലപാടുകളുടെ സാമ്യത എടുത്തു പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ NSSും കോൺഗ്രസും ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയും നമ്മൾ ഇന്ന് രാവിലെ കണ്ടു. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ NSS ഉയർത്തിയ ആശങ്കകൾക്ക് NSSന് മറുപടി നൽകാതെ സംസ്ഥാന സർക്കാരിന് എന്ന നിലയ്ക്ക് മറുപടി നൽകുന്ന രീതിയും നമ്മൾ തിരുവഞ്ചൂരിൽ നിന്നും K. മുരളീധരനിൽ നിന്നും കണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അതായത് NSSന്റെ ആശങ്ക അല്ലെങ്കിൽ NSS ഉന്നയിച്ച വിമർശനം, വിശ്വാസ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് ശക്തമായ നിലപാടില്ല എന്നുള്ളതാണ്. എന്നാൽ ശക്തമായ നിലപാടുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ കാര്യത്തിൽ വന്നപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് അന്നും ഇന്നും ഒന്നാണ്. അതിൽ യാതൊരുവിധ മാറ്റവും കോൺഗ്രസ് വരുത്തിയിട്ടില്ല എന്നാണ് ഈ NSSനോടുള്ള കോൺഗ്രസിന്റെ മറുപടി. പക്ഷെ അത് NSSനോടല്ല പറയുന്നത്, അത് സർക്കാരിനോട് എന്ന നിലയ്ക്കാണ് പറയുന്നത്. ഒപ്പം തന്നെ സർക്കാരിനോട് ഇപ്പൊ ചേർന്നു പോകുന്ന സമീപനം സ്വീകരിക്കുന്ന NSSനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. നാമജപ ഘോഷയാത്രയ്ക്കെതിരായ കേസുകൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പിൻവലിച്ചോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ആ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുന്നുണ്ടോ തിരുത്തിയിട്ടുണ്ടോ എന്നതും NSSനോട് ഈ ഘട്ടത്തിൽ ചോദിക്കണം.